പ്രകൃതിയിൽ കോടിക്കണക്കിന് ഇനം ജീവിവർഗങ്ങളുണ്ട്. അവയ്ക്കെല്ലാം ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ. മറ്റ് ഓരോ ഇനം ജീവികളെയും പോലെ മനുഷ്യനും ഒരു പ്രത്യേക ഇനം ജീവിയാണ്. പ്രകൃതിയിലെ ഓരോ ഇനം ജീവികളിലും അവയിൽ തന്നെ ഉച്ചനീചത്വമില്ല. മനുഷ്യനും ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നിരിക്കണം. പിന്നെയാണ് അവനിൽ ഭേദങ്ങളുണ്ടായത്, സവർണത്വവും അവർണത്വവും ഉണ്ടായത്. അത് പ്രകൃതിയുടെ സംഭാവനയല്ല, മനുഷ്യൻ്റെ തന്നെ കൃത്രിമമായ സൃഷ്ടിയാണെന്ന് വ്യക്തം. പ്രകൃതിയും പ്രകൃതിയുടെ സൃഷ്ടിയുമേ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യ സൃഷ്ടി വെറും താൽക്കാലികം മാത്രമാണ്. എല്ലാ മനുഷ്യരും തുല്യരായിരുന്നു. ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ അവജ്ഞയോടെ വീക്ഷിക്കുന്നവരും ആദരവോടെ വീക്ഷിക്കുന്നവരും ഇന്നുണ്ട്. ആ കാലഘട്ടത്തെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമുണ്ട്. മനുഷ്യനെ 4 വർണ്ണങ്ങളായിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ ആ സമത്വ കാലഘട്ടത്തെ അംഗീകരിക്കാത്തവരാണ്. സാമൂഹ്യ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ മൊത്തത്തിലുള്ള നവോത്ഥാനമായിരിക്കണം. സ്വന്തം ജാതിയിലോ വർണ്ണത്തിലോ മതത്തിലോ പെട്ടവരുടെ മാത്രം നവോത്ഥാനമാകാൻ പാടില്ല. നാരായണ ഗുരു പറഞ്ഞു, എനിക്ക് ജാതിയില്ല, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ വാഴണം എന്ന് നാരായണ ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തും. അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണ് രൂപീകരിച്ചത്. പുലയ മഹാസഭയല്ല. എല്ലാ എഴുത്തുകാരുടെയും സംഘടനയായാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. യോഹന്നാൻ ഉപദേശി പ്രത്യക്ഷ രക്ഷ സഭയ്ക്കാണ്, ദൈവസഭയ്ക്കാണ് രൂപം കൊടുത്തത്. പറയാൻ മഹാസഭയ്ക്കല്ല, സാംഭവ സഭ മഹാസഭയ്ക്കുമായിരുന്നില്ല. അങ്ങനെ ഓരോരുത്തരും സമൂഹത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് തങ്ങളുടെ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചത്. അവർ കണ്ട സമൂഹത്തിൽ സവർണരില്ലായിരുന്നു, ബ്രാഹ്മണരും അവരുടെ ശിങ്കടികളുമില്ലായിരുന്നു. അവർ കേരള സമൂഹത്തിന് പുറത്താണ്, ചേമ്പിലപ്പുറത്തെ വെള്ളമാണ്. ഈ ജനസമൂഹത്തിന് പുറത്തായിരുന്നു. അതുകൊണ്ടാണ് വീട്ടി പട്ടിപ്പാടും മന്നത്ത് പത്മനാഭൻ, ചാവറ കുര്യക്കർ സേലിയോസ് തുടങ്ങിയവർ സാമൂഹ്യ നവോത്ഥാന നായകരുടെ പട്ടികയിൽ പെടാത്തത്. വിധവയായ നമ്പൂതിരി സ്ത്രീയുടെ പുനർവിവാഹം നടത്തിക്കൊടുത്തത് സാമൂഹ്യ നവോത്ഥാനമല്ല, നമ്പൂതിരി സമുദായ ഉദ്ധാരണമാണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് സാമൂഹ്യ നവോത്ഥാനമല്ല, നായർ സമുദായത്തിൻ്റെ ഉത്ഥാനമാണ്. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്ക് പാഠശാലകൾ മറ്റ് രൂപീകരിച്ചതും ക്രിസ്തീയ ഉത്ഥാനമാണ്. കേരള സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ വിസ്തൃതമായ ഒരു സ്ഥലമാണ് ചേർത്തലയിലുള്ള മുളച്ചിപ്പറമ്പ്. മുളച്ചിപ്പറമ്പ് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും നെറ്റിച്ചുളിച്ചേക്കാം. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായി അറിയാത്തവരുടെ നെറ്റിയാണ് ചുളിയുന്നത്. നവോത്ഥാനം നവമായ ഉത്ഥാനം, പുതിയ എഴുന്നേൽപ്പ്, വെറും ഉത്ഥാനമല്ല, നവമായ ഉത്ഥാനമാണത്. ഇതിനു മുമ്പൊരു ഉത്ഥാനമുണ്ടായിരുന്നു, അതിനുശേഷം ഒരു അധപതനമുണ്ടായി. ആ അധപതനത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നവോത്ഥാന ശ്രമം. അതിനാൽ പഴയ ഉത്ഥാനത്തെ അംഗീകരിക്കുന്നവരുടെ പുതിയ പ്രവർത്തനമേ നവോത്ഥാന പ്രവർത്തനമാകുകയുള്ളൂ. അല്ലാത്തതെല്ലാം പ്രഥമോത്ഥാന പ്രവർത്തനമാണ്. കേരളത്തിൽ നവോത്ഥാന നായകർ പലരുണ്ട്. വൈകുണ്ഠസ്വാമികൾ, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ, നാരായണ ഗുരു, അയ്യങ്കാളി, യോഹന്നാൻ ഉപദേശി, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരനയ്യപ്പൻ തുടങ്ങിയവരെല്ലാം നവോത്ഥാന നായകന്മാരാണ്. പഴയ ഉത്ഥാനത്തെ അംഗീകരിക്കുന്നവരാണ്. ബോധപൂർവമോ അല്ലാതെയോ ആ കൂട്ടത്തിൽ ഒരാളാണ് മുളച്ചിപ്പറമ്പ് സംഭവത്തിന് സാക്ഷിയായ നങ്ങേലിയും. മുലക്കരം ചുമത്തുന്ന ഏർപ്പാട് ആ കാലത്തുണ്ടായ ഒരു പ്രത്യേകതയാണ്. എല്ലാ സ്ത്രീകൾക്കും അത് ബാധകമാകാതിരുന്നത് തന്മൂലമാണ്. അവർണ സ്ത്രീകൾക്ക് മാത്രം അത് ബാധകമായി. അവർ അവർണരാക്കപ്പെട്ടതിന് ശേഷമുണ്ടായ സംഭവ വികാസമാണത്. അതിനർത്ഥം മുലയ്ക്ക് കര ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ നങ്ങേലിയെപ്പോലുള്ള ഒരു സ്ത്രീക്ക് കഴിഞ്ഞു. അന്നവർ അവർണരായിരുന്നില്ല, മനുഷ്യരായിരുന്നു. നങ്ങേലിക്ക് ചരിത്രബോധമില്ലായിരുന്നുവെങ്കിലും സാമാന്യബോധമുണ്ടായിരുന്നു. അയ്യങ്കാളിയെപ്പോലെ, നാരായണ ഗുരുവിനെപ്പോലെ നങ്ങേലിയെ സംബന്ധിച്ചിടത്തോളം ആധുനികമായ മുലക്കരം ഏർപ്പാട് അധപ്പതന കാലഘട്ടത്തിൻ്റെ ബാക്കിപത്രമാണ്. അത് അവസാനിപ്പിക്കണം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം. അത് ശക്തമായി തന്നെ വേണം. അതിനാണ് അവർ തൻ്റെ മുല രണ്ടും ഛേദിച്ചത്. സ്ത്രീകളുടെ എല്ലാ പരാതികളുടെയും
അടിമത്തത്തിൻ്റെയും എതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ പ്രതീകമാണ് നങ്ങേലിയുടെ മുലമുറിച്ചുകൊണ്ടുള്ള ആത്മഹുതി സംഭവം. വീരാംഗനമാരുടെ ധീര മാതൃക. അവർ തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. പുതിയൊരു സ്ത്രീത്വത്തിന് ആ പ്രതിഷേധം വഴിമരുന്നിട്ടു. സ്ത്രീ സമത്വത്തിന് ശേഷം സ്ത്രീ പുരുഷ സമത്വം, അതാണ് വഴി, നങ്ങേലിയുടെ വഴി. ഇന്നും ക്ഷേത്രങ്ങളിലെ പൂജാരി സ്ഥാനം സ്ത്രീകൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, പള്ളികളിലും മോസ്കിലും എല്ലാം സ്ത്രീകൾ പുറത്താണ്. വിമാനം പറത്താൻ സ്ത്രീകളുണ്ട്, പട്ടാളത്തെ നയിക്കാൻ സ്ത്രീകളുണ്ട്, പ്രധാനമന്ത്രിയാകാൻ സ്ത്രീകളുണ്ട്. പക്ഷേ സമുദായങ്ങളിൽ, സമൂഹങ്ങളിൽ അവർ ഒന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ വഴിയുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വഴിയാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി അത് ഗൗതമബുദ്ധൻ്റെ വഴിയാണ്. നീയാണ് നിൻ്റെ ദൈവം, അത് വൈകുണ്ഠസ്വാമികളുടെ വഴിയാണ്. ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തെ വാഴുന്നത് സ്ഥാനമാണിത്, അത് നാരായണ ഗുരുദേവൻ്റെ വഴിയാണ്. അങ്ങനെ നങ്ങേലിക്കുമുണ്ട് ഒരു വഴി, സ്ത്രീ സമത്വം, പിന്നെ സ്ത്രീ പുരുഷ സമത്വം, അത് നങ്ങേലിയുടെ വഴിയാണ്. നേടുന്നതിലല്ല, യത്നിക്കുന്നതിലാണ് ജീവിതം സുന്ദരമാകുന്നത്. ചേർത്തലയുടെ മണ്ണിൽ നങ്ങേലിയുടെ പ്രതിഷേധം കേരളത്തെ നവോത്ഥാന പട്ടികയിൽ സ്ത്രീയുടെ പ്രഥമ സ്ഥാനം ഓർമ്മപ്പെടുത്തുവാൻ ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഈ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് ജനാധിപത്യ ബോധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ നവോത്ഥാനത്തിൻ്റെ കപട സർവേകൾക്കെതിരെ, പൊള്ളയായ വാഗ്ദാനങ്ങൾക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന തറക്കല്ലുകൾ ഇടുന്ന പുതിയ തട്ടിപ്പിനെതിരെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കോവിഡിന് ശേഷം നമുക്കുണ്ടായ കോട്ടങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിലവിലെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വിലയിരുത്തണം. ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ഒരു ഉപഭോഗ സംസ്ഥാനമായി നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. ചേർത്തലയിലെ നങ്ങേലിയുടെ പ്രതിഷേധം പോലെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്കുണ്ടായ കാർഷിക അടിത്തറയും കയർ അടിത്തറയും എല്ലാം നശിപ്പിച്ച ദുഷ്ടശക്തികൾക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒരു ആയുധമായി വോട്ട് വിനിയോഗിക്കുവാൻ ചേർത്തലയുടെ മണ്ണിലെ ഓരോ ജനതയ്ക്കും കഴിയണം. ഇത് ഒരു താക്കീതായി നമുക്ക് ഒരു മുലമുറിച്ച് പ്രതിഷേധിക്കുന്ന നങ്ങേലിയുടെ പ്രതിഷേധമായി നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുവാൻ ജനാധിപത്യ വിശ്വാസികൾ ശ്രമിക്കണം. ഈ തിരിച്ചറിവ് ഇവിടുത്തെ കപടപക്ഷത്തിന് ബോധ്യപ്പെടുവാൻ കഴിയണം. അതിന് ഗ്രാമസ്നേഹിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടിലെ എല്ലാ ഭാഗങ്ങളും കൂടുതൽ വെളിച്ചത്ത് വരുവാൻ ഞാൻ തയ്യാറാണ്. എന്നോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രതിഷേധം അറിയിക്കണമെന്നും രേഖപ്പെടുത്തണമെന്നും വിനയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്.